ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിലെ 9th എക്സ്പെരിമെൻ്റാണ്. ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് എവരി സെൽ ഫ്രം എ ലാൻഡ് മൈൻ ഇൻസൈഡ് എ മെയ്സ്. നിങ്ങളുടെ ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഗ്രാഫ് വഴിയാണ്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിന് ഒരു പ്രൊസീജിയറേ ഉള്ളൂ, പ്രത്യേകിച്ച് അൽഗോരിതം ഒന്നുമില്ല. അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യേണ്ട അൽഗോരിതം എന്ന് പറഞ്ഞാൽ BFS അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡിങ് ഉണ്ട് എക്സ്ട്രാ. ഈ രണ്ട് അൽഗോരിതം ആണ് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ രണ്ട് അൽഗോരിതം മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അൽഗോരിതം ആൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. BFSഉം ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡിങ് മെത്തേഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇത് ഞാനൊരു കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് പ്രീ റിക്വസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയ്സ് ഇതാണ്. ഈ മെയ്സിൽ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് അതെല്ലാം മൈനും അല്ലാത്ത നോൺ മൈൻസും ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മൈനിൽ നിന്ന് തൊട്ടടുത്ത ലാൻഡ് മൈനിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെയ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഇവിടെ ഒരു മൈനുണ്ട്, ഇവിടെ ഒരു മൈനുണ്ട്. അപ്പോൾ ഇതൊരു മെട്രിക്സാണ്. ഈ മെട്രിക്സിൻ്റെ റോയും കോളവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു 4x4 മെട്രിക്സാണ്. ആ 4x4 മെട്രിക്സിനകത്ത് 2 മൈൻ ഇരിപ്പുണ്ട്. ഈ മൈനുകളിൽ നിന്ന് തൊട്ടടുത്ത സെല്ലുകളിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ചെയ്ത് പോകാൻ വേണ്ടി BFS എന്ന് പറഞ്ഞ അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ ഗ്രാഫിൽ BFS യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്ന് എൻഡ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറഞ്ഞാൽ മൈനില്ല. എവിടെയാണോ മൈന് ആ മൈനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് മെത്തേഡിനകത്ത് നമ്മളെ സ്റ്റാർട്ടിംഗ് നോഡിനകത്തുള്ള ഡിസ്റ്റൻസ് 0 ആക്കി വെച്ചിട്ട് ബാക്കി എല്ലാ ഡിസ്റ്റൻസും ഇൻഫിനിറ്റി ആക്കിയാണ് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് തൊട്ടടുത്ത നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് നോഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മോർ ദാൻ 1 മൈൻസ് ഉണ്ടെങ്കിൽ ആ മൈൻസുകളിൽ നിന്നാണ് അതിലേതെങ്കിലും ഒരു മൈനിൽ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്നു. അതിൻ്റെ നിയറസ്റ്റ് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ദെൻ സെക്കൻഡ് മൈൻ എടുക്കുന്നു. അതിൻ്റെ നിയറസ്റ്റ് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ഓരോ നോട്ട്സും എടുത്തിട്ട് അല്ലെങ്കിൽ പോയിന്റുകളും എടുത്തിട്ട് ആ പോയിന്റുകളിലേക്ക് മൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു മൈനുണ്ട്. ഈ ഇതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും 1 യൂണിറ്റാണ്. എല്ലാ നോഡ്സുകളിലേക്കും തൊട്ട് നിയറസ്റ്റ് നോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1 ആണ്. അതായത് ഇവിടുന്ന് 1 യൂണിറ്റ്, ഇതിൽ നിന്ന് 1 യൂണിറ്റ് അടുത്തയിലേക്ക്, അതിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് 1 യൂണിറ്റ്. അപ്പോൾ 0യിൽ നിന്ന് ഇതുവരെ ഉള്ളത് ആക്ച്വലി 3 യൂണിറ്റാണ്. അല്ല, 1, 2, 3 യൂണിറ്റാണ്. അതുപോലെ തന്നെയാണ് എല്ലാ പോയിന്റുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1ൽ നിന്ന് ഈ മൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇനിഷ്യൽ ഡിസ്റ്റൻസ് 0 ആക്കി വയ്ക്കുന്നു. ദെൻ ഈ നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആക്കുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ റൈറ്റ്, ദെൻ ലെഫ്റ്റ്, ദെൻ ഡൗൺ, ദെൻ അപ്പ്, ഇങ്ങനെ തൊട്ടടുത്ത നിയറസ്റ്റ് അഡ്ജസ്റ്റൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത മൈൻ എടുക്കുന്നു. അതിൻ്റെ റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, ഡൗൺ ഇതിനകത്തില്ല, കാരണം ഇത് ബോർഡറാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു മൈന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വിസിറ്റ് ചെയ്യാത്ത നോഡിലേക്ക് തൊട്ടടുത്ത നിയറസ്റ്റ് നോഡിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ മൈനിൽ നിന്ന് ഈ
3 ഈ നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ 2 ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 3 അതുപോലെ സെയിം നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നാലും 3 തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൈനിൽ നിന്ന് ആക്ച്വലി ഈ നോഡിലേക്ക് 1 2 3 4 ഉണ്ട്. പക്ഷേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് മൈനർ ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നോഡിൻ്റെ തൊട്ടടുത്തൊരു മൈൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, അല്ലാതെ ആദ്യത്തെ മൈനിൽ നിന്നുള്ള എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മൈനുകളിൽ നിന്ന് തൊട്ടടുത്ത സെല്ലുകളിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ BFS എന്ന് പറയുന്ന ട്രാവേഴ്സലും ഡിജക്സ്ട്ര ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡിങ് മെത്തേഡിലെ ഡിജക്സ്ട്രയിലുള്ള അൽഗോരിതം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ സ്റ്റാർട്ടിങ് ലൊക്കേഷനിലെല്ലാം, അതായത് സ്റ്റാർട്ടിങ് ലൊക്കേഷൻ സ്റ്റാർട്ടിങ് സെല്ലെന്ന് പറഞ്ഞാൽ മൈനാണ്. മൈൻ സെല്ലിനെല്ലാം 0 ആക്കുന്നു, ബാക്കി എല്ലാ സെല്ലുകളെയും ഇൻഫിനിറ്റി ആക്കുന്നു. അതാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഡിസ്റ്റൻസിനെ നമ്മൾ ഇനിഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. എല്ലാത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിനകത്തൊരു ക്യൂ ഉണ്ട്. ആ ക്യൂ എന്തിനാണെന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മൈന് ഈ 1 1 എന്ന് പറയുന്നത് 0 ഇനിഷ്യൽ ലൊക്കേഷൻ 0, ദെൻ ഇനിഷ്യൽ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ 3 2 എന്ന് പറയുന്നത് 0 ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ഇൻഫിനിറ്റി. നമുക്ക് പ്രോഗ്രാമിനകത്ത് ഇൻഫിനിറ്റി വയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു ഹയസ്റ്റ് വാല്യൂ അങ്ങ് വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞാൽ 1 2 3 വരെ 4 വരെയൊക്കെ പോവുള്ളൂ ഡിസ്റ്റൻസ്. അപ്പോൾ ഞാനൊരു 9 വയ്ക്കുകയാണ് എല്ലാ സെല്ലുകളും. ബാക്കി എല്ലാ സിസ്റ്റത്തിൻ്റെ ഡിസ്റ്റൻസ് 9 ആക്കുക. അതൊരു ഹയസ്റ്റ് വാല്യൂ ആണ്. അതിലും താഴെയുള്ള ഡിസ്റ്റൻസേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 9 വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ ആക്ച്വലി അൽഗോരിതം പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഇൻഫിനിറ്റി നമുക്ക് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 9 എന്നുള്ള വാല്യൂ വെച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോൺ മൈൻ സെൽസ് എല്ലാം ഇൻഫിനിറ്റി വയ്ക്കുക, മൈൻ സെൽസ് എല്ലാം 0 സെറ്റ് ചെയ്യുക. അത് ഇനിഷ്യൽ ഡിസ്റ്റൻസ് ആയിട്ട് 0 സെറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ ക്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യം പറഞ്ഞു, നമ്മൾ മൈനിരിക്കുന്ന സെൽസ് എല്ലാം നമ്മൾ ഇനിഷ്യൽ 0 ആക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് റോയിൽ നിന്ന് ഫസ്റ്റ് കോളം വഴി ഞാൻ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ ആദ്യം എല്ലാം 0 ആണ്. അപ്പോൾ അതെല്ലാം 9 ആക്കുന്നു. ദെൻ ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഇത് 0 9 ആക്കുന്നു. അടുത്തത് ഇവിടെ ഒരു 1, ഇതൊരു മൈനാണ്. അപ്പോൾ ഈ മൈൻ വരുമ്പോൾ നമ്മളവിടെ വാല്യൂ 0 ആക്കും. സൈമിൾട്ടേനിയസ്ലി നമ്മൾ ഈ ക്യൂവിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂയുടെ ഇനിഷ്യൽ പൊസിഷൻ നമ്മളെപ്പോഴും ക്യൂവിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ, ക്യൂവിൽ 2 വാല്യൂ ആണുള്ളത്, ഒന്ന് റോയും കോളവും. ആ ക്യൂവിൻ്റെ 2 പോർഷൻസ് ഉണ്ട്, 2 വാല്യൂ ആണ് അത് സേവ് ചെയ്യുന്നത്, ഒന്ന് റോയും കോളം. ആരുടെ റോയും കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൈനിൻ്റെ റോയും കോളവും, ഈ സെല്ലിൻ്റെ റോയും കോളമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലാണിത്, ഈ സെല്ലിൻ്റെ റോയും കോളമാണ്. ഈ 6F എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ റിയറും ഫ്രണ്ടുമാണ്. അപ്പോൾ ഇനിഷ്യലി റിയറും ഫ്രണ്ടും നമ്മൾ 0 വയ്ക്കുന്നു. ദെൻ ആ റിയറിലേക്ക് നമ്മൾ ക്യൂവിലേക്ക് വാല്യൂ ഇൻസർട്ട് ചെയ്യണം. നമുക്ക് ക്യൂ അറിയായിരിക്കും. ക്യൂവിലേക്ക് ഇൻസർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ പ്രസൻറ്റിലിരിക്കുന്ന ക്യൂ പൊസിഷനിലേക്ക് നമ്മൾ വാല്യൂ ഇൻസർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തത് റോയും സെക്കൻഡ് കോളവുമാണ്. ഇത് റോ, ദെൻ ഇത് കോളം. അപ്പോൾ ഇവിടെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, കോളം 1 തന്നെയാണ്. അപ്പോൾ റോ 1, ദെൻ കോളം 1. ദെൻ ഇത് വെച്ച് കഴിഞ്ഞാൽ റിയർ തൊട്ടടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെത് 0 ആക്കുന്നു. വീണ്ടും ട്രാവേഴ്സ് ചെയ്ത് പോകുന്നു. ട്രാവേഴ്സ് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുന്നത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും 1. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ റോയും കോളവും അടുത്ത് വീണ്ടും ഇൻസർട്ട് ചെയ്യാം. അതിൻ്റെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. റോ 3 കോളം 2 ഇത് രണ്ടും അതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ദെൻ
റിയർ അഡ്വാൻസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മൈൻസിൻ്റെയും റോയും കോളവും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇനിയാണ് നമ്മൾ ട്രാവേഴ്സൽ BFS അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ BFS അൽഗോരിതം നമ്മൾ സ്റ്റാർട്ടിങ് ക്യൂവിലെ നോഡിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ക്യൂവിലെ ഫസ്റ്റ് നോഡ് അങ്ങ് എടുക്കുന്നു. ഫസ്റ്റ് നോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നോഡിൻ്റെ കറണ്ട് റോ, ഇതാണ് കറണ്ട് നോഡ്. ഈ കറണ്ട് സെല്ല്, ഈ കറണ്ട് സെല്ലിൻ്റെ റോയും കറണ്ട് സെല്ലിൻ്റെ കോളം നോക്കുക. നമ്മൾ ഇനിഷ്യൽ കറണ്ട് സെല്ലെന്ന് പറഞ്ഞാൽ കറണ്ട് സെല്ലിൻ്റെ റോയും കറണ്ട് സെല്ലിൻ്റെ കോളം. ഞാനിവിടെ കറണ്ട് സെല്ല് അതിൻ്റെ റോ, ദെൻ അതിൻ്റെ കോളം. കറണ്ട് സെല്ലിൻ്റെ റോ എന്ന് പറഞ്ഞാൽ 1, ദെൻ അതിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ 1. കറണ്ട് സെല്ലിൻ്റെ റോയും കോളം 1, 1. അപ്പോൾ ഈ സെല്ലാണ് ആക്ച്വലി ഈ സെല്ലിന് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ തൊട്ട് റൈറ്റ്, തൊട്ട് ലെഫ്റ്റ്, തൊട്ട് ഡൗൺ, തൊട്ട് അപ്പ്, ഈ 4 സെല്ലുകളിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആക്ച്വലി ഇത് ഇൻഫിനിറ്റി അല്ല, ഇവിടെ നിന്നുള്ള ആക്ച്വൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കുന്നത്. ഹയസ്റ്റ് ഡിസ്റ്റൻസാണ് ഇരിക്കുന്നത്, നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തിരിക്കുന്ന സെല്ല് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇല്ല, തൊട്ടടുത്തിരിക്കുന്ന സെല്ല് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ റോയുടെ ന്യൂ റോയും ന്യൂ കോളം, അതായത് നെക്സ്റ്റ് സെല്ലിൻ്റെ റോയും കോളമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സെൽ, അതിൻ്റെ റോയും ദെൻ കോളവുമാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സെല്ലിൻ്റെ കോളമാണ് കണ്ടുപിടിക്കുന്നത്. ഈ നെക്സ്റ്റ് സെല്ലിൻ്റെ റോയും കോളവും എങ്ങനെ കിട്ടുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് സെല്ലിൻ്റെ റോ പ്ലസ്, ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ നോക്കണം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മളിരിക്കുന്ന കോളം കണ്ടില്ലേ, ഈ കോളം ഒന്ന് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ്, പക്ഷേ റോ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ കറണ്ട് സെല്ലിൻ്റെ റോയിലെ തൊട്ടടുത്ത കോളം, നെക്സ്റ്റ് കോളം എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് കോളം എടുക്കുമ്പോൾ ഇത് കിട്ടും. അതുപോലെ കറണ്ട് സെല്ലിൻ്റെ പ്രീവിയസ് കോളം എടുക്കുമ്പോൾ ഇത് കിട്ടും. കറണ്ട് സെല്ലിൻ്റെ തൊട്ട് നെക്സ്റ്റ് റോയിലെ അത് സെയിം കോളത്തിലായിരുന്നു തൊട്ട് താഴത്ത് കിട്ടും. കറണ്ട് സെല്ലിൻ്റെ പ്രീവിയസ് റോയുടെ സെയിം കോളം എന്നത് ഇത് കിട്ടും. അപ്പോൾ ഈ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് ആ ഡയറക്ഷൻസിൻ്റെ കോളം നമ്പറും റോ നമ്പറും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കറണ്ട് റോയുടെ കൂടെ ഇത് കോളം റോ നമ്പറും ഇത് കോളം നമ്പറും, ഇത് റോ നമ്പർ, ഇത് കോളം നമ്പർ, ദെൻ ഇത് റോ നമ്പർ, ഇത് കോളം നമ്പർ, അതായത് ഇവിടെ രണ്ടും കോളം ഫിക്സ്ഡ്, ഇവിടെ രണ്ടും റോ ഫിക്സ്ഡ്, എന്നിട്ട് കോളമാണ് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് റോയുടെ റോ നമ്പർ പ്ലസ് ഡയറക്ഷൻസിൻ്റെ റോ, ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് സെല്ലിൻ്റെ റോ നമ്പർ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെല്ലിൻ്റെ റോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കറണ്ട് സെല്ലിൻ്റെ റോ നമ്പർ 1 പ്ലസ് ഡയറക്ഷൻസിൻ്റെ റോ നമ്പർ. ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻസ് 0th ഡയറക്ഷൻസിൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റിലെ
ആദ്യം റൈറ്റ് സൈഡ്, ദെൻ ലെഫ്റ്റ് സൈഡ്, ദെൻ ഡൗൺ, അപ്പോൾ അങ്ങനെ 4 പ്രാവശ്യം ചെയ്യുന്നത്. ആ 4 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 റോ വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 0th റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ റോയാണ്. മനസ്സിലായി? 0th റോയുടെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ റോയാണ്. പ്ലസ് 0 ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ 1 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് റോയുടെ റോ നമ്പർ 1 എന്ന് കിട്ടി. ദെൻ അതിൻ്റെ കോളം നമ്പർ കറണ്ട് കോളം പ്ലസ് ഡയറക്ഷൻസിൻ്റെ കോളം. അപ്പോൾ കറണ്ട് റോയുടെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെല്ലിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഡയറക്ഷൻസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റിൽ ഇതിൻ്റെ ഡയറക്ഷൻസിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് റോയെ, ഈ കോളം റോയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഈ കോളം കോളത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ നമ്മൾ 0 റോയുടെ ആഡ് ചെയ്യുന്നു, ദെൻ ഇതിൻ്റെ കോളം 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സെല്ലിൻ്റെ റോയും കോളം നമ്പർ 1 ഉം 2 ആണ്. അപ്പോൾ 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ഈ സെല്ലെടുക്കുന്നു. മനസ്സിലായില്ലേ? ദെൻ ഈ സെല്ല് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ മെയ്സിൻ്റെ ബൗണ്ടറിക്കുള്ളിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ റോ നമ്പറും കോളം നമ്പറും മാക്സിമം വാല്യൂവിന് അപ്പുറത്തോട്ടോ മിനിമം വാല്യൂവിന് ലെഫ്റ്റിലോട്ടോ പോയിട്ടുണ്ടോ എന്ന്, അതുപോലെ ഇത് അപ്പേർഡ് മൈനസിലോട്ടോ ഇതിൻ്റെ മാക്സിമം റോ നമ്പറിന് മുകളിൽ താഴേക്കോ പോയിട്ടുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ബൗണ്ടറിക്കുള്ളിലാണോ നിൽക്കുന്നത് നോക്കുക. ആണെങ്കിൽ അടുത്ത് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ സെല്ല് 1, 2, ഈ 1, 2ൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 1, 2ൻ്റെ ഡിസ്റ്റൻസ് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണോ നോക്കുക. കറണ്ട് സെല്ലെന്ന് പറഞ്ഞാൽ 1, 1, ഇത് 0 ആണ്. 0യേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ സെല്ല്. 0 + 1, കാരണം 1 ഡിസ്റ്റൻസ് കൂടെ ഉള്ളതുകൊണ്ട് ആ 1 കൂടെ ആഡ് ചെയ്യുന്നു. 0 + 1നേക്കാൾ കൂടുതലാണോ ഈ ഇരിക്കുന്ന വാല്യൂ എന്ന് നോക്കുക. ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസിന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്യണമെന്ന് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് +1, കാരണം എല്ലാത്തിൻ്റെ ഡിസ്റ്റൻസ് 1 ആയതുകൊണ്ട് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 + 1, 1 എന്ന് പറഞ്ഞാൽ 1, ഇത് 1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഇവിടുന്ന് ഈ നെക്സ്റ്റ് സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1 ആണ്. അത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഉടനെ തന്നെ ക്യൂവിലേക്ക് ഈ പുതിയ സെല്ല് ആഡ് ചെയ്യുന്നു. അതായത് ഈ സെല്ല് നമ്മൾ വിസിറ്റ് ചെയ്തു, ഇനി അതിൻ്റെ അടുത്തതിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഈ സെല്ലിൻ്റെ റോ നമ്പറും കോളം നമ്പറും ക്യൂവിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു. ദെൻ റിയർ ഫ്രണ്ടിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സെല്ലെടുത്തപ്പോൾ നമ്മൾ ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യണം, ഫ്രണ്ട് മുകളിലോട്ട് പോകും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ മൈനിൻ്റെ തൊട്ടടുത്ത സെല്ല് കിട്ടി, അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി അടുത്ത് ചെയ്യുന്ന സെയിം റോയിലെ ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ സെയിം റോ 1, 1 ആണ്. അതിൻ്റെ ലെഫ്റ്റ് എടുക്കാൻ വേണ്ടി കറണ്ട് റോ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് അതിൻ്റെ റോ നമ്പർ 0 തന്നെയാണ്, അപ്പോൾ 1 തന്നെ ഇട്ട്. ദെൻ കോളം എടുക്കാൻ വേണ്ടിയിട്ട് കോളം നമ്പർ 1 പ്ലസ് ദെൻ ഡയറക്ഷൻസിൻ്റെ കോളം, അതായത് നമ്മൾ നേരത്തെ ഇത് ചെയ്തു, ദെൻ അതിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ -1 ആണ്. പ്ലസ് -1 0 1 0 എന്ന് കിട്ടും. 1 0 എന്ന് പറഞ്ഞാൽ ഏത് സെല്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 0 ഈ സെല്ലാണ്. ഈ സെല്ല് കിട്ടി. ദെൻ സെയിം മെത്തേഡ്, ഈ പുതിയതായിട്ട് വന്ന ഈ സെല്ലിൻ്റെ ഡിസ്റ്റൻസ് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസിൻ്റെ +1 ആഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണോ നോക്കും. ഇതിപ്പോൾ ആണെങ്കിൽ ഈ കറണ്ട് സെല്ലിൻ്റെ വാല്യൂ +1 ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 1 ആയി മാറും. മനസ്സിലായില്ലേ? ഇത് 1 ആയി മാറുന്നു. ദെൻ നമ്മൾ ആ സെല്ലിൻ്റെ ഈ നെക്സ്റ്റ് സെല്ലിനെ
റോയും കോളവും നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു, 1 0, ദെൻ റിയർ ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സെല്ല് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് അപ്പും ഡൗണും ഉണ്ട്, അത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻസിൻ്റെ ഇതും കഴിഞ്ഞു. ഇനി വീണ്ടും ഈ റോയിലേക്ക് വരുന്നു. ഈ റോയിലേക്ക് വന്നിട്ട് വീണ്ടും അടുത്ത സെല്ല് കണ്ടുപിടിക്കുക. അടുത്ത സെല്ല് കണ്ടുപിടിക്കുന്നത് കറണ്ട് റോ പ്ലസ് ഇതിൻ്റെ റോ നമ്പർ, അതായത് = 1 + 1 2 എന്ന് കിട്ടി. ദെൻ അതിൻ്റെ കോളൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 1 + 0 ആണ്, 2 1. രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ, അതായത് ഈ സെല്ല് ഇവിടെ. ഇനി സെയിം മെത്തേഡ് തന്നെ, ഇത് ബൗണ്ടറിക്കുള്ളിലാണെന്ന് നോക്കുന്നു, ആണ്. ബൗണ്ടറിക്കുള്ളിലാണെങ്കിൽ അടുത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇരിക്കുന്ന ഡിസ്റ്റൻസ് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെന്ന് നോക്കും. ആണെങ്കിൽ ഈ കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് വാല്യൂ +1 ആഡ് ചെയ്ത് വയ്ക്കുക, അതാണ് ഇവിടെ. ദെൻ ഈ നമ്പർ ഈ നെക്സ്റ്റ് സെല്ലിൻ്റെ റോയും കോളവും നമ്മളിവിടെ വയ്ക്കും. ദെൻ റിയർ അഡ്വാൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതായി. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൈനിൻ്റെ റൈറ്റ് ലെഫ്റ്റായി ഡൗൺ ആയി. ഇനി അപ്പാണ് വേണ്ടത്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 0 1 2 വരെ ഡയറക്ഷൻസിൽ പോയി. ഇനി അടുത്ത് 3 പറഞ്ഞാൽ = 1 കറണ്ട് സെല്ലിൻ്റെ റോ നമ്പർ പ്ലസ് കറണ്ട് സെല്ലിൻ്റെ ഡയറക്ഷൻസിൻ്റെ റോ നമ്പർ. ഡയറക്ഷൻസിൻ്റെ റോ നമ്പർ എന്ന് -1 ആണ്. 1 + -1 = 0 ആയത്. ദെൻ നെക്സ്റ്റ് ഈസ് 1 + 0, അത് 1 തന്നെയാണ്. അപ്പോൾ 0 1, 0th റോയിലെ 1, 0th റോയിലെ 1. ഈ നോഡാണ് എടുക്കുന്നത്, ഈ സെല്ലാണ് എടുക്കുന്നത്. ഈ സെല്ലിൽ ബൗണ്ടറിക്കുള്ളിലാണെന്ന് നോക്കും. ആണെങ്കിൽ ഈ സെല്ലിൻ്റെ കറണ്ട് വാല്യൂ, കറണ്ട് ഡിസ്റ്റൻസ് ഈ സെല്ലിൻ്റെ ഡിസ്റ്റൻസ് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് +1 കൂടുതലാണെന്ന് നോക്കുക. ആണെങ്കിൽ കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് +1 അവിടെ ആഡ് ചെയ്യുക. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ ഈ റോ നമ്പറും കോളം നമ്പറും വീണ്ടും ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു, 0 1. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻസിൻ്റെ എല്ലാ റോയും കോളവും കഴിഞ്ഞു. ഇനി അപ്പം ഈ നോഡ് കഴിഞ്ഞു, ഈ നോഡിൻ്റെ ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോഡ് വീണ്ടും എടുക്കുക, ക്യൂവിലിരിക്കുന്ന നെക്സ്റ്റ് നോഡ് എടുക്കുക. 3 2, അതായത് സെക്കൻഡ് മൈനാണ് 3 2. ഈ മൈനാണ് അടുത്തിരിക്കുന്നത്, അതിനെ ഞാൻ എടുക്കുക 3 2. ദെൻ ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു, ഉണ്ടാക്കി വരും. സെയിം മെത്തേഡ് ഇതിൻ്റെ ഈ മൈനിൻ്റെ റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ. ഇപ്പോൾ ഇവിടെ ഡൗൺ ഇല്ല, കാരണം അത് ബൗണ്ടറിക്ക് താഴെ പോകും. അപ്പോൾ ഈ കണ്ടീഷൻ ബൗണ്ടറി ആണോ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഫെയിലറാണ്. അപ്പം ഇത് പോകും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പ് ഡയറക്ഷൻ നോക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെ ഇതിൻ്റെ റൈറ്റ് നോക്കുന്നു. റൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻസിൻ്റെ ഫസ്റ്റ് റോയും കോളവും എടുത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കറണ്ട് റോയുടെ റോ നമ്പർ 3 = 3 പ്ലസ് അതിൻ്റെ റോ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആണ്, 0. ദെൻ കറണ്ടിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ 2 ആണ്, = 2 പ്ലസ് അതിൻ്റെ കോളം നമ്പർ 1 ആണ്, 3. ദെൻ 3 3 എന്ന് കിട്ടി. 3 3 എന്ന് പറഞ്ഞാൽ ഏത് സെല്ലാണ്? ഇതാണ്, ഈ സെല്ലാണ്, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത റൈറ്റ് സൈഡിൽ. ഇനി ഏത് ബൗണ്ടറിയിലാണെന്ന് നോക്കുന്നു. ബൗണ്ടറിയിലാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്ന ഡയറക്ഷൻസിലാണ് 3 3. ഈ ബൗണ്ടറിയിലിരിക്കുന്ന ഇതിൻ്റെ വാല്യൂ കറണ്ട് 3 2 എന്ന് പറയുന്ന നോഡിൻ്റെ വാല്യൂവിൻ്റെ കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ കൂടുതലാണോ നോക്കുക. ആണ്, 9 ആണ് ഇരിക്കുന്നത്. ഇവിടെ 0 + 1 1 വരുള്ളൂ. ആണെങ്കിൽ ഈ കറണ്ട് നോഡിൻ്റെ വാല്യൂ +1 ആണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 0 1 ആയി. ദെൻ ഈ റോയും കോളം ക്യൂവിലേക്ക് പുഷ് ചെയ്യുക, 3 3. ദെൻ റിയർ അഡ്വാൻസ് ചെയ്യുന്നു, ഇവിടേക്ക് വരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞ്, ഡയറക്ഷൻസിൻ്റെ ഫസ്റ്റ് റോ കഴിഞ്ഞ്, ദെൻ സെക്കൻഡ് റോ എടുക്കുകയാണ്. സെക്കൻഡ് റോ എടുക്കാൻ വേണ്ടി കറണ്ട് റോയുടെ കൂടെ +0 ആഡ് ചെയ്യുന്നു, 0 എന്ന് വരുന്നു. ദെൻ കറണ്ട് കോളം 2 പ്ലസ് -1 ആണ് ആഡ് ചെയ്യുന്നത്, -1. അപ്പം 3 1 എന്നിട്ട്
റോ നമ്പർ 3 കോളം നമ്പർ 1 3 1 ഈ സെല്ലാണ് കിട്ടുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്. ദെൻ ഇത് ബൗണ്ടറിയിലാണെന്ന് നോക്കും. ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് വാല്യൂ കറണ്ട് 3-2ൻ്റെ ഡിസ്റ്റൻസ് +1 കൂടുതലാണ്. ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് +1 ഇവിടെ ആഡ് ചെയ്യുക 1. മനസ്സിലായില്ലേ? ദെൻ ഈ 3 1 ക്യൂവിലേക്ക് കൊണ്ടുവരും, റിയർ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നോഡായി. ഇനി നമ്മൾ വീണ്ടും ഈ ഡിസ്റ്റൻസ് ഈ ഡയറക്ഷൻസ് എടുക്കണം. 1 0 നമ്മളെ റോ മാത്രം കഴിഞ്ഞു. ഇനി കോളം താഴെ മുകളിലോട്ടുള്ള എടുക്കണം. അപ്പം താഴെ മേലിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 3 = 3 പ്ലസ് കറണ്ടിൻ്റെ റോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആഡ് ചെയ്യുന്നു. 1 3 + 1 4 ആണ്. ദെൻ കോളം നമ്പർ എന്ന് പറഞ്ഞാൽ 2 + 0 2 തന്നെ. 4 എന്ന് പറഞ്ഞാൽ റോയാണ്. റോയുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വരെ ഉള്ളൂ. അപ്പം ഇത് ബൗണ്ടറിക്ക് പുറത്താണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഡയറക്ഷൻ എടുക്കുക. = 3 + -1 ദെൻ 2 + 0 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സെയിം, ഇത് ബൗണ്ടറിയിലാണെങ്കിൽ ബൗണ്ടറിക്കുള്ളിലാണ്. ഉടനെ തന്നെ വീണ്ടും ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ കറണ്ട് സെല്ലിൻ്റെ വാല്യൂവിൻ്റെയേക്കാൾ വാല്യൂ +1 കൂടുതലാണെന്നോ ആണെങ്കിൽ 0 + 1 ഇവിടെ ആഡ് ചെയ്യുക. 1 കണ്ടില്ലേ, 1 ആയി. ദെൻ ആ 2 ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യുക, റിയർ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഈ നോഡും കഴിഞ്ഞു, ഈ സെല്ലും കഴിഞ്ഞു. ദെൻ നമ്മൾ അടുത്ത സെല്ല് എടുക്കുക. 1 2 ക്യൂവിലെ നെക്സ്റ്റ് സെല്ല് 1 2 ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് 1 2 എന്ന് പറയുന്നത് നമുക്കറിയാം 1 2 എന്ന് പറഞ്ഞാൽ ഈ സെല്ലാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും അപ്പും ഡൗണും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെല്ലിൻ്റെ 1 2 ആണ്. ഈ 1ൻ്റെ 2ൻ്റെ നെക്സ്റ്റ് സെല്ല് എടുക്കുക. നെക്സ്റ്റ് സെല്ല് ഇതിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കുക. അപ്പോൾ = 1 + 0 ദെൻ നെക്സ്റ്റ് ഈസ് 2 + 1 3 1 3 എന്ന് പറയുന്ന സെല്ലാണ്. 1 3 ഈ സെല്ല് ബൗണ്ടറിക്കുള്ളിലാണെന്ന് നോക്കുക. ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ കറണ്ട് നോഡ് എന്ന് പറഞ്ഞാൽ 1 2 ഇതിൻ്റെ വാല്യൂ +1 അതായത് 1 + 1 2 കൂടുതലാണെന്ന് നോക്കും. ആണെങ്കിൽ ഈ കറണ്ട് സെല്ലിൻ്റെ വാല്യൂ +1 ആണ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് അതായത് 2 ആയി മാറും. മനസ്സിലായില്ലേ? ദെൻ ഈ വാല്യൂ ഈ റോയിങ് കോളം നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 1 3 പ്ലേസ് ചെയ്യുന്നു, റിയർ അഡ്വാൻസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എടുക്കുന്നു. ഇത് 1 0 തന്നെയാണ്, 1 + 0 ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + -1 2 + -1 1 1 ആണ്. 1 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ആൾറെഡി ഇരുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ സെയിം അൽഗോരിതം ആയതുകൊണ്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഇരിക്കുന്ന ഡിസ്റ്റൻസ് കറണ്ട് സെല്ലിൻ്റെ ഡിസ്റ്റൻസ് +1 കൂടുതലാണെന്ന് നോക്കും. അല്ല, ഇത് 0 ആണ്, ഇത് 1 ആണ്. അതായത് 2 കൂടുതലാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ല, ചെറുതാണ്. ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? ഒന്നും ചെയ്യണ്ട. വീണ്ടും അടുത്ത ഡയറക്ഷൻ എടുക്കുക. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ റോയാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ = 1 + 1 2 = 2 + 0 2 2 എന്ന് പറഞ്ഞാൽ 2 2 ഈ സെല്ലാണ്. അപ്പോൾ ഈ സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾറെഡി കറണ്ട് സെല്ല് എന്ന് പറഞ്ഞാൽ 1 2 അതായത് ഈ 1 2ൻ്റെ തൊട്ട് താഴത്തെ സെല്ലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലല്ല. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വീണ്ടും അടുത്ത റോയിലേക്ക് പോകുന്നു. റോ നമ്പർ പറഞ്ഞാൽ
ഈക്വൽ ടു 1 പ്ലസ് മൈനസ് 1 2 പ്ലസ് 0 ആണ് അവിടെ 2 പ്ലസ് 0 അപ്പോൾ 0 2 എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഈ മൈനിൻ്റെ 1 2ൻ്റെ തൊട്ട് അപ്പ് ഡയറക്ഷനിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന കറണ്ട് 1 2ലാണ്. ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ് ഈ വാല്യൂ. അപ്പോൾ ഈ 1 പ്ലസ് 1 2 ആണ് ഇവിടെ വരുന്നത്, മനസ്സിലായി? അപ്പോൾ ദെൻ ഈ 0 2 നമ്മൾ പ്ലേസ് ചെയ്യുന്നു, 0 2 പ്ലേസ് ചെയ്യുന്നു, റോ അഡ്വാൻസ് ചെയ്യുന്നു, റിയർ അഡ്വാൻസ് ചെയ്യുന്നു, മനസ്സിലായി? അപ്പോൾ ഈ സെല്ല് കഴിഞ്ഞു, ഈ സെല്ലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത സെല്ലെടുക്കുകയാണ് 1 0 എന്ന സെല്ലെടുക്കുകയാണ്, ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. 1 0 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 1 0 ഇതാണ്, ഈ സെല്ലാണ് 1 0 എന്ന് പറഞ്ഞാൽ ഈ സെല്ല്. ഈ സെല്ലിൻ്റെ നോർമലി ഇപ്പം ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇത് മാത്രം ചെയ്യുന്നില്ല. ഇതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അതൊരിക്കലും ഇതിനേക്കാൾ വാല്യൂ കൂടുതലല്ല. അപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യും. ദെൻ ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് എടുക്കുമ്പോൾ ബൗണ്ടറിയിലേക്ക് പോകും, ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകുന്നു, അതും ഡിസ്കാർഡ് ചെയ്യുന്നു. ദെൻ ഈ സെല്ലിൻ്റെ ഡൗൺ എടുക്കും. ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ റോയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 പ്ലസ് is equal to 1 plus 1, then next is 0 plus is equal to 0 plus 0 plus 0 ആണ് 0 2 0 രണ്ടാമത്തെ റോയിൽ ഇതിൻ്റെ തൊട്ട് താഴത്ത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് 1 0 ആണ്, ഇതിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ ഈ 1 പ്ലസ് 1-നേക്കാൾ, അതായത് 2-നേക്കാൾ കൂടുതലാണ് 9 ആണെങ്കിൽ ഇവിടെ നമ്മൾ 2 റീപ്ലേസ് ചെയ്യുന്നു. ഈ 2 0 എന്ന് പറഞ്ഞ സെല്ല് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, 2 0 ദെൻ റിയർ അഡ്വാൻസ് ചെയ്യും, മനസ്സിലായില്ലേ? ഇനി നമ്മൾ വീണ്ടും ഈ റോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയായി ഇനി മുകളിലാണ് ചെയ്യാറുള്ളത്. മുകളിൽ ചെയ്യുന്നത് is equal to current 1 is equal to 1 plus minus 1 0 ആണ്, 0 0 ആണ് ഈ സെല്ല്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് സെല്ലിൻ്റെ പ്ലസ് 1-നേക്കാൾ കൂടുതലാണ് ആണെങ്കിൽ ഇവിടെയും 2 ആണ്. അപ്പോൾ ഈ സെല്ല് കഴിഞ്ഞു, ഈ സെല്ലിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് 2 1 ആണ് എടുക്കുന്നത്. 2 1 Q എന്ന് 2 1 എടുക്കുന്നു, ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 0 0 ആഡ് ചെയ്തില്ല, 0 0 പ്ലേസ് ചെയ്യുന്നു, റിയർ അഡ്വാൻസ് ചെയ്യുന്നു. ഇതൊക്കെ ഇനി നമ്മൾ 2 1 എടുക്കുന്നു. 2 1 കഴിഞ്ഞാൽ 2 1 എന്ന് പറഞ്ഞാൽ ഈ സെല്ലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് അപ്പ് ഡൗൺ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലേ? ഈ സെല്ലിൻ്റെ ഡൗണ്, റൈറ്റ്, ലെഫ്റ്റ്, അപ്പ് ഇതെല്ലാം 9-നേക്കാൾ ചെറിയ വാല്യൂ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒന്നും ചെയ്യാനില്ല, അപ്പോൾ അവിടെ ഒന്നും ഓപ്പറേഷനും ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞു, ഒന്നും ചെയ്യില്ല. അടുത്ത നമ്മൾ 0 1 എടുക്കുകയാണ്, 0 ദെൻ 1 ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. 0 1 നോക്കിക്കഴിഞ്ഞാൽ 0 1 ഇത് കണ്ടില്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഡൗൺ, അപ്പ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിക്ക് പുറത്താണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത് പോകുന്നു. അടുത്തത് എടുക്കുന്നു 3 3. ഓക്കെ, 3 3 എന്ന് പറഞ്ഞാൽ ഏത് സെല്ലാണ്? 3 3 എന്ന് പറഞ്ഞാൽ ഈ സെല്ലാണ്. ഓക്കെ, ഇതിൽ ഇതിൻ്റെ റൈറ്റില്ല, ലെഫ്റ്റ് ആൾറെഡി കഴിഞ്ഞതാണ്, ഡൗൺ ഇല്ല, അപ്പ് ഇതാ ഇവിടെ ഒഴിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ആണ്. അതുവരെ ഈ മൂന്നിനും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കണ്ടീഷൻ ഫെയിലായിപ്പോവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 3 is equal to 3 plus minus 1, then 3 plus is equal to 3 plus 0, 2 3 എന്നാണ്.
2 3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റോയിൽ ഈ സെല്ല്. അപ്പോൾ ഈ സെല്ല് കറണ്ട് സെല്ല് എന്ന് 3 3 ഇവിടെ ഇതിനേക്കാൾ ഇതിന് +1 കൂടുതലാണ്. അപ്പം ഈ വാല്യൂ +1 2 ആണ് കൂടുതൽ. മനസ്സിലായി? അപ്പോൾ 2 3 നമ്മൾ ആഡ് ചെയ്യുന്നു. 2 3 ദെൻ റിയർ അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് 3 1 ആണ്. ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. 3 1 എന്ന് പറഞ്ഞാൽ 3 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിന് കുഴപ്പമില്ല, ലെഫ്റ്റിന് വിഷയമുണ്ട്. ഡൗണ് ബൗണ്ടറിക്ക് പുറത്താണ്, അപ്പ് ഓൾറെഡി കണ്ടിന്യൂ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ദെൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. ഈ ഡയറക്ഷൻസാണ് നോക്കേണ്ടത്. അപ്പോൾ 3 = 3 + 0 ആണ്. ദെൻ അടുത്തത് = 1 ± 1. സോറി, ഇവിടെ 3 + 0 ആണ്. 3 + 0 3 0 എന്നാണ് വരുന്നത്. 3 0 എന്നത് ഈ സെല്ല്. നമ്മൾ 3 1 നിൽക്കുന്നത്. 3 1 എന്ന് ഇവിടെയാണ് നിൽക്കുന്നത്. 3 0 എന്ന് പറഞ്ഞാൽ ഈ സെല്ല്. ഈ സെല്ലിന് വാല്യൂ ഓൾറെഡി കൂടുതലാണ്. 1 + 1 2 കൂടുതലാണ്. അപ്പോൾ ഇവിടെ 2 റീപ്ലേസ് ചെയ്യുന്നു. 3 0 നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 3 0 റിയർ അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു. ദെൻ അടുത്ത് 2 2 ആണ്. ഈ 2 2 എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 2 എന്ന് പറയുന്ന സെല്ല് ഏതാണ്? 2 2 ഇത് അല്ലേ? ഈ സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, ലെഫ്റ്റ് കംപ്ലീറ്റഡ്, ഡൗൺ കംപ്ലീറ്റഡ് ആണ്, അപ്പ് കംപ്ലീറ്റഡ് ആണ് അല്ലേ? 2 2 ഓൾറെഡി എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് നോ ഓപ്പറേഷൻസ് ആണ്. അത് കഴിഞ്ഞു. അടുത്ത 1 3 ആണ്. 1 3 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ബൗണ്ടറിക്ക് പുറത്താണ്, ലെഫ്റ്റ് കംപ്ലീറ്റഡ് ആണ്, ഡൗൺ കംപ്ലീറ്റഡ് ആണ്, അപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 1 3 അപ്പ് എന്ന് പറഞ്ഞാൽ = 1 ± 1 ദെൻ = 3 + 0 ആണ്. 0 3 എന്ന് പറഞ്ഞാൽ ഇത് ഈ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ട് സെല്ലിന് 1 3 1 3 വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് ഇരിക്കുന്നത്. 2 + 1 3 കൂടുതലാണ് ആണെങ്കിൽ ഈ 2 + 1 വെച്ച് റീപ്ലേസ് ചെയ്യുക. 3 റീപ്ലേസ് ചെയ്യുക. ദെൻ ഈ ന്യൂ വാല്യൂ 0 3 ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുക. റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ 1 3 കഴിഞ്ഞു. The next is 0 2 0 2 0 0 2 ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് കഴിഞ്ഞു, ലെഫ്റ്റ് കഴിഞ്ഞു, ഡൗൺ കഴിഞ്ഞ്, അപ്പ് ബൗണ്ടറിക്ക് പുറത്താണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ 2 0 എടുക്കുന്നു. 2 0 2 0 എടുക്കുന്നത് 2 0 ഇതാണ്. ഈ സെല്ലിൻ്റെ റൈറ്റ് കുഴപ്പമില്ല, ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്ത്, ഡൗൺ കുഴപ്പമില്ല, അപ്പും കുഴപ്പമില്ല. അപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ. ദെൻ അടുത്തത് 0 0 എന്ന് ഫസ്റ്റ് സെല്ലാണ്. ഈ ഫസ്റ്റ് സെല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ റൈറ്റിൽ ഇരിക്കുന്ന നമ്പർ ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ താഴെ ഉള്ളതും ചെറുതാണ്, അതൊന്നും ചെയ്യാനില്ല. ലെഫ്റ്റ്
ബൗണ്ടറിക്ക് പുറത്ത്, അപ്പും ബൗണ്ടറിക്ക് പുറത്ത്. അപ്പോൾ അത് ഒന്നും ചെയ്യാനില്ല. ദ നെക്സ്റ്റ് ഈസ് 2 3. 2 3 എന്ന് പറയുന്ന സെല്ല്. 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഇത്. ഈ 2 3യിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിൽ ബൗണ്ടറിക്ക് പുറത്ത് ലെഫ്റ്റ് ചെറുതാണ്, ഡൗണും ചെറുതാണ്, അപ്പ് സെയിമാണ്, ഒന്നുമല്ല. അപ്പോൾ ഇത് നോ ചേഞ്ചസ്. അപ്പോൾ 2 3യിൽ ഒന്നും ചെയ്യാനില്ല. ദെൻ അടുത്ത് 3 0. 3 0. 3 0 എന്ന് 3 0 എന്ന് പറഞ്ഞാൽ 3 0 ഈ സെല്ല്. ഈ സെല്ലിൻ്റെ റൈറ്റ് ചെറുതാണ്, ലെഫ്റ്റിൽ ബൗണ്ടറിക്ക് പുറത്ത്, ഡൗണും ബൗണ്ടറിക്ക് പുറത്ത്, അപ്പും സെയിമാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ഇവിടെ സെയിമാണ്. അപ്പോൾ അതിലും ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്തത് 0 3. 0 3 ഫ്രണ്ട് 0 3. 0 3 എന്ന് പറഞ്ഞാൽ 0 3 ഇത്. ഇതിൻ്റെ റൈറ്റ് ബൗണ്ടറിക്ക് പുറത്ത്, ലെഫ്റ്റ് ചെറുതാണ്, ഡൗണും ചെറുതാണ്, അപ്പോൾ ബൗണ്ടറിക്ക് പുറത്താണ്. അപ്പോൾ ഇതും ഒന്നും ചെയ്യാനില്ല. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാവേഴ്സൽ ഈ മൂവ്മെൻറ്റ് ഫ്രണ്ട് റിയറിനേക്കാൾ ചെറുതാകുന്നത് വരെ ചെയ്യാം. ഇപ്പോൾ ഈക്വലായിട്ട് ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൈൻസിൽ നിന്നും തൊട്ട് നിയറസ്റ്റ് സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഡിസ്റ്റൻസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു മൈനാണ്. അതിൻ്റെ തൊട്ടടുത്ത സെല്ല് 1, ലെഫ്റ്റിൽ 1, താഴെ 1, മുകളിൽ 1. ഇനി ഈ സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതുവഴി പോയാലും 2 ആണ്, ഇതുവഴി പോയാലും 2 ആണ്. ദെൻ ഈ സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2, അവിടെ നിന്ന് ഒന്നുകൂടെ കൂട്ടിയാൽ 3. അതുപോലെ ഇവിടെ നിന്ന് 1 2 3. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടേക്ക് വരുമ്പോൾ ഇതുവഴി വന്നാലും 3. ഇനി ഇവിടെ 1 ആണ്. ഇനി ഈ സെല്ലിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് 2 ആണ്. പക്ഷേ ആക്ച്വലി ഇവിടെ ഒരു മൈൻ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഇന്ന മൈനിൽ നിന്നല്ല, ഏതെങ്കിലും അടുത്ത മൈനിൽ തൊട്ടടുത്തിരിക്കുന്ന മൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത് 1. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്. ഏത് വഴി പോയാലും 2. അതുപോലെ ഇത് 2 ആണ്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ 2 ആണ്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ 3 ആണ്. പക്ഷേ ഈ മൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് 2 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് നമുക്കിനി ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ചെയ്യാം. എക്സ്പെരിമെൻ്റ് 9 ആണ്. അതിനകത്ത് ഹെഡർ ഇനി ഞാനിത് ഇവിടെ ഈ സെല്ല് പറഞ്ഞു, സെല്ലിനകത്ത് 2 ഫീൽഡുണ്ട്, റോയും കോളം. അപ്പോൾ അതിന് ഞാനൊരു സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്യണം. ഇൻഡ് റോ കോമ ഓ. ആ സ്ട്രക്ചറിന് സെല്ലെന്നുള്ള പേര് കൊടുത്തു. സെല്ലിൽ റോയും കോളം ഉണ്ട്. ഇതാണുള്ളത്. ഇനി ഞാൻ മെയിൻ എഴുതാണ്. മെയിനകത്തിട്ട് ഒരു മെയ്സങ്ങ് ഡിഫൈൻ ചെയ്യാം. വേണ്ട ഫങ്ഷൻസ് എല്ലാം നമുക്ക് മേളിലേക്ക് എഴുതാം. റോ ഇസ് ഈക്വൽ ടു 4, ദെൻ കോളം ഇസ് ഈക്വൽ ടു 4. അത് മെയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മെയ്സ് റോ ദെൻ കോളം. ഇത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഫസ്റ്റ് റോ 0 0 0 0. Then second row 0 1 0 0. Then third row 0 0 0 0. Then next row 0 0 1 0. ഇത്രയാണ് നമ്മുടെ മെയ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് നമുക്കുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിസ്റ്റൻസ് കാൽക്ക് ഡിസ്റ്റൻസ് ഫങ്ഷൻ ആയിരുന്നു. കാൽക്ക് ഡിസ്റ്റൻസ് നമ്മൾ മെയ്സ് അങ്ങ് പാസ് ചെയ്യുന്നു. ദെൻ റോ എത്രയാണെന്ന് പാസ് ചെയ്യുന്നു. ദെൻ കോളം എത്രയാണെന്ന് പാസ് ചെയ്യുന്നു. ഇത്രയുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒന്ന് വോയിഡ് കാൽക്ക് ഡിസ്റ്റൻസ്. കാൽക്ക് ഡിസ്റ്റൻസ് എന്നാണ് നമ്മുടെ ഫംഗ്ഷന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. ഇതിനകത്ത് ആർഗ്യുമെൻ്റായിട്ട് വരുന്നത് ഇൻറ്റ് മെയ്സ് ഇപ്പോൾ നമ്പർ ഓഫ് കോളംസ് 4 ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ഇൻറ്റ് റോ ഇൻറ്റ് കോളം. ഇത്രയും പാരാമീറ്റേഴ്സാണ് ഫംഗ്ഷനകത്തോട്ട് വരുന്നത്. ഇനി ഇതിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഡയറക്ഷൻസ് എന്ന് പറയുന്ന മെട്രിക്സ് അങ്ങ് ഡിഫൈൻ ചെയ്യാം. ഇൻറ്റ് ഡയറക്ഷൻ അത് നമ്മൾ ഇനീഷ്യൽ വാല്യൂ അങ്ങ് കൊടുക്കുക. വാല്യൂ 2 കോളമുള്ള ഒരു മെട്രിക്സ് ആണ്. വാല്യൂ അങ്ങ് സെൻഡ് ചെയ്യുക. 0 0 1 0 -1 1 0 -1 0. ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ് മെട്രിക്സ്. ഇനി നമ്മൾ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്നുള്ള മെട്രിക്സ് അതായത് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് റോസും കോളംസും ഉള്ളൊരു സെയിം ഇതിലുള്ളൊരു മെട്രിക്സ് അങ്ങ് ഡിഫൈൻ ചെയ്താൽ റോസ് നമ്പറും കോളംസും ടോട്ടൽ റോസ് എത്ര കോളംസ് എത്ര അങ്ങനത്തെ ഒരു മെട്രിക്സ് അങ്ങ് ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമ്മളെ ക്യൂ ആണ്. ഈ ക്യൂ അതെന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ക്യൂ ആണ്. അതിനകത്ത് കുറേ നമ്പർ ഓഫ് റോസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റോ ഇൻറ്റു കോളം എലമെൻറ്റ്സ് ഇത്രയും ഉള്ളൊരു ഇപ്പോൾ 16 വരും. നമ്മൾ 4 തന്നെ 16. അതിപ്പോൾ 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 16 അത്രയുള്ളൊരു ക്യൂ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ക്യൂവിൻ്റെ 2 കൺട്രോൾ വേരിയബിളുള്ള ഫ്രണ്ടും = 0 റിയർ = 0 ഇത് രണ്ടെണ്ണം.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മെയ്സിലെ മൈൻസ് ഉള്ള സെൽസിന് ഡിസ്റ്റൻസ് 0യും അല്ലാത്തതിൻ്റെ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ഞാനിവിടെ നേരത്തെ 9 ആണ് കൊടുത്തത്, അങ്ങനെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ മെയ്സിൻ്റെ ഈ 1 by 1 ആയിട്ട് റോ കാണാം. അപ്പോൾ ഇതിനകത്ത് റോ 4 റോയും 4 കോളവും ആണുള്ളത്. അപ്പോൾ 4 അതിനകത്ത് ഇൻറ്റ് i is equal to 0, i less than റോ, then i plus plus. അടുത്ത് 4 ഇൻറ്റ് j is equal to 0, j less than columns j plus plus. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് മെയ്സിൻ്റെ ith ആൻഡ് jth എലമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ അത് മൈനാണ്. ആണെങ്കിൽ നമ്മൾ വേണ്ട ഡിസ്റ്റൻസിൻ്റെ ith റോയും jth കോളം എന്നുള്ള പൊസിഷൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യാം. ദെൻ അതിനെ നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. ക്യൂ ഓഫ് റിയർ ഡോട്ട് റോ ഇസ് ഈക്വൽ ടു i, then q rear dot col is equal to j, then rear increment ചെയ്യാം. ഇത്രയാണ് അതിൻ്റെ ട്രൂ പാർട്ടിലുള്ളത്. എൽസ് ആണെങ്കിൽ അത് മൈൻ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസിൽ മാക്സിമം വാല്യൂ വയ്ക്കുക. ഡിസ്റ്റൻസ് ഓഫ് i j ഈസ് ഈക്വൽ ടു ഞാനിവിടെ 9 വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഞാനിപ്പോൾ കുറവുള്ളത് കൊണ്ടാണ് 9 എന്ന് കൊടുത്തിരിക്കുന്നത്. അത് കൂടുതലുണ്ടെങ്കിൽ വലിയ ഹയസ്റ്റ് 99, 999 എന്തെങ്കിലും ഒരു വലിയ ഹയസ്റ്റ് വാല്യൂ കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെട്രിക്സ് ഫുള്ളായിരിക്കും, ഫുള്ളായി വരും. ഇനി നമുക്ക് ട്രാവേഴ്സലാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ ക്യൂവിൻ്റെ ബിഗിനിങ് മുതൽ എൻഡ് വരെയാണ് പോകേണ്ടത്. അപ്പം ക്യൂവിലെ ബിഗിനിങ് റിയർ ഇവിടെയും ഫ്രണ്ട് ഇവിടെയാണ്. ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് പോകുമ്പോൾ റിയർ ഫ്രണ്ടിലേക്ക് പോകുന്നു, ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ ഓരോ നോട്ട് ബൈ സെല്ലായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വൈൽ ലൂപ്പ് പോകേണ്ടത്, വൈൽ ലൂപ്പ് എഴുതുന്നത് ഫ്രണ്ട് ലെസ് ദാൻ റിയർ, അതാണ് നമ്മളെ കണ്ടീഷൻ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കറണ്ട് സെല്ലായിട്ട് ഈ ക്യൂവിൽ ആദ്യത്തെ എലമെൻ്റ് എടുത്ത് വയ്ക്കുന്നു. അപ്പം സെല്ല് കറണ്ട് ഇസ് ഈക്വൽ ടു റിയറിൻ്റെ ഫ്രണ്ട് എടുത്ത് വയ്ക്കുന്നു. ദെൻ ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഒരു സെല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് അത് ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡയറക്ഷൻസിലെ ഓരോ ഈ സെല്ലിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഡൗൺ, അപ്പ് ഇരിക്കുന്ന നിയറസ്റ്റ് സെല്ലിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിയറസ്റ്റ് സെല്ല് എടുക്കാൻ വേണ്ടി നമ്മൾ ഡയറക്ഷൻസിൻ്റെ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ 4 ഇൻറ്റ് i is equal to 0. ഡയറക്ഷൻസിൽ ടോട്ടൽ 4 റോസ് ആണുള്ളത്. വലിയ i ലെസ് ദാൻ 4, ദെൻ i പ്ലസ് പ്ലസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റ് ന്യൂ റോ ആണ് നമ്മളോട് നെക്സ്റ്റ് റോ അല്ലെങ്കിൽ ന്യൂ റോ, നെക്സ്റ്റ് റോ എന്ന് പറയുന്നത്, അല്ല ന്യൂ റോ എന്നാണ് പുതിയ റോ.
അതായത് നെക്സ്റ്റ് സെല്ലിൻ്റെ റോ ആണിത്, മനസ്സിലായില്ലേ? അത് ആ റോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു അത് പറയണമെന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ റോ പ്ലസ് ഡയറക്ഷനിലെ ith റോയിലെ 0th കോളം ആഡ് ചെയ്യുന്നു. ദെൻ ഇൻറ്റ് ന്യൂ കോളം ഇസ് ഈക്വൽ ടു കറണ്ടിൻ്റെ ഡോട്ട് കോളം പ്ലസ് ഡയറക്ഷൻ്റെ ith റോയിലെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പം പുതിയ സെല്ല് കിട്ടുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ ബൗണ്ടറിക്കുള്ളിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബൗണ്ടറിക്കുള്ളിലാണെങ്കിൽ നമ്മൾ ഈ ന്യൂ റോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇഫ് ന്യൂ റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ന്യൂ കോളം ന്യൂ റോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആൻഡ് ന്യൂ റോ ലെസ് ദാൻ റോയും ആൻഡ് ന്യൂ കോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ന്യൂ കോൾ ലെസ് ദാൻ കോളം ആണെങ്കിൽ അത് ബൗണ്ടറിക്കുള്ളിലാണ്. ഇനി ഒരു കണ്ടീഷൻ കൂടെ നമ്മളിവിടെ ചെക്ക് ചെയ്യണം. ആൻഡ് ദ ഡിസ്റ്റൻസ്, ഈ പുതുതായിട്ട് വന്ന സെല്ലിൻ്റെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ന്യൂ റോ ന്യൂ കോളം ഗ്രേറ്റർ ദാൻ കറണ്ടിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് കറണ്ട് റോ കറണ്ട് കോളം +1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് റീപ്ലേസ് ചെയ്യണം. ഡിസ്റ്റൻസ് ന്യൂ റോ ന്യൂ കോൾ is equal to distance current dot row current dot call +1. പുതിയ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ക്യൂവിലേക്ക് ആ നോഡ് സെല്ലിനെടുത്ത് വയ്ക്കുക.
Q of rear dot row is equal to new row. അതായത് ഇവിടെ കിട്ടുന്ന ഈ ന്യൂ സെല്ലാണ് സെൽ വാല്യൂ റോയിങ് കോളാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. Q of rear dot call is equal to new call. എന്നിട്ട് Q ഇൻക്രിമെൻ്റ് ചെയ്യാം. റിയർ Q അല്ല, റിയർ ആണ് ഇൻക്രിമെൻ്റ്. റിയർ പ്ലസ് പ്ലസ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഈ 2 ലൂപ്പും കഴിയുമ്പോൾ നമ്മളെ ട്രാവേഴ്സൽ കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മെട്രിക്സിനകത്തുണ്ടായിരിക്കും. ഇനി നമുക്ക് അങ്ങ് പ്രിൻ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ഇൻറ്റ് i is equal to 0, i less than row, then i plus plus, or int j is equal to 0, j less than call j plus plus. Then if നമുക്ക് പ്രിൻ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പ്രിൻ്റ് ഓഫ് %d ഡിസ്റ്റൻസ് i j. Print of \n. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ൽ ഇയർ ക്യൂ ആണ്, ക്യൂ ഫ്രണ്ട് എന്നാണ്. 57 വൈസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നോക്കാം. 31 ക്യൂവിൻ്റെ ഫ്രണ്ടാണ്. #57 variable size to object may not be initialized. Okay. കോൺസ്റ്റൻ്റ് വാല്യൂ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റ് മാക്രോ ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെയാണ്. ഓക്കെ, ./ ഔട്ട്പുട്ട് നോക്കാം. 2 1 2 3 2 1 2 3 1 0 1 2 1 0 1 2 2 1 1 2 2 1 1 2 2 1 0 1 അല്ലേ. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് മൈൻ ടു ദ നിയറസ്റ്റ് സെൽ. അപ്പോൾ നിങ്ങൾക്കിത് പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻ്റ് കാണാം. ടിൽ ദെൻ ബൈ.